എന്താണ് ടെൻസസ്? കാലങ്ങൾ, അതായത് സമയത്തെ സൂചിപ്പിക്കുന്നതാണ് ടെൻസസ്. പാസ്റ്റ് ടെൻസ് കടന്നു പോയതും, പ്രസന്റ് ടെൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും, ഫ്യൂച്ചർ ടെൻസ് നടക്കാൻ വേണ്ടി പോകുന്നതുമായ 3 പ്രധാന ടെൻസസ്. ഈ ആദ്യ വീഡിയോയിൽ ഓൾ ടെൻസസിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ 3 പ്രധാന ടെൻസസ് ഇവരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് നേരത്തേക്ക് 3 ടീംസ് എന്ന രീതിയിലേക്ക് മാറ്റുകയാണ്. വിത്ത് യുവർ പെർമിഷൻ. ടീം 1 പാസ്റ്റ് ടെൻസ്, ടീം 2 പ്രസൻറ്റ് ടെൻസ്, ടീം 3 ഫ്യൂച്ചർ ടെൻസ്. ഓരോ ടീമിനും 4 വീതം പേര് വെച്ച് മൊത്തം 12 പേരാണ് ഉള്ളത്. ഇവരുടെ പേരിൻ്റെ തുടക്കത്തിൽ ടീമിൻ്റെ പേര് ചേർത്താണ് വിളിക്കാറ്. ഇതുപോലെ. ഇനി ഇവരുടെ പേര് നോക്കാം. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതേ പേര് തന്നെയാണ് പ്രസൻറ്റ് ടെൻസിനും ഫ്യൂച്ചർ ടെൻസിനും വരാൻ വേണ്ടി പോകുന്നത്. ഇനി ഇവരെ ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടാം. ഇവർ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ജോലി എന്താണ് എന്ന്. ആദ്യം പാസ്റ്റ് ടെൻസിലുള്ള 4 പേരെയും നോക്കാം. ഇവർ 4 പേരും കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതോ ഇനി വരാൻ വേണ്ടി പോകുന്നതോ ഒന്നും തന്നെ സംസാരിക്കില്ല. ഒന്ന്, പാസ്റ്റിൽ പൂർത്തിയായ പ്രവൃത്തികൾ പറയാൻ ഉപയോഗിക്കുന്നതാണ് പാസ്റ്റ് സിമ്പിൾ ടെൻസ്. കണ്ടു, വന്നു, പഠിച്ചു, ഇതുപോലെ. എക്സാമ്പിൾ, മനു സ്റ്റഡീഡ് ദിസ് മോർണിംഗ്. മനു ഇന്ന് രാവിലെ പഠിച്ചു. 2, പാസ്റ്റ് കണ്ടിന്യൂസ്. പഠിക്കുകയായിരുന്നു, പറയുകയായിരുന്നു, നടക്കുകയായിരുന്നു, ഇതുപോലെയുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ. മനു വാസ് സ്റ്റഡിയിങ് വെൻ ഡാഡ് കെയിം. അച്ഛൻ വന്നപ്പോൾ മനു പഠിക്കുകയായിരുന്നു. ഇവിടെ പാസ്റ്റിൽ ഒരു കാര്യം നടക്കുന്ന നേരത്താണ് മറ്റൊരു കാര്യം നടന്നിട്ടുള്ളത്. 1, അച്ഛൻ വന്നു, പാസ്റ്റ് സിമ്പിൾ. 2, ആ നേരത്ത് മനു പഠിക്കുകയായിരുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ്. 3, പാസ്റ്റ് പെർഫെക്റ്റ്. നടന്നിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. മനു ഹാഡ് സ്റ്റഡീഡ് വെൻ ഡാഡ് കെയിം. അച്ഛൻ വന്നപ്പോഴേക്കും മനു പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പാസ്റ്റിൽ 2 കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിൽ ആദ്യം നടന്നതാണ് മനു പഠിച്ചിട്ടുണ്ടായിരുന്നു, പാസ്റ്റ് പെർഫെക്റ്റ്. പിന്നീട് നടന്നത് അച്ഛൻ വന്നു, പാസ്റ്റ് സിമ്പിൾ. 4, ഒരു പ്രവൃത്തി പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ മറ്റൊരു സമയത്ത് ആ പ്രവൃത്തി തീർന്നു. അതിനിടയിൽ ഉണ്ടായ ഡ്യൂറേഷൻ, അതായത് എത്ര നേരത്തേക്ക് പ്രവൃത്തി നടന്നു അല്ലെങ്കിൽ എപ്പോൾ തുടങ്ങി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. മനു ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഫോർ 2 hours വെൻ ഡാഡ് കെയിം. അച്ഛൻ വന്നപ്പോൾ മനു 2 മണിക്കൂറായി പഠിച്ച് കൊണ്ടിരിക്കുക ആയിരുന്നു. അടുത്തത് പ്രസൻറ്റ് ടെൻസിലുള്ള 4 പേരെയും പരിചയപ്പെടാം. ഇവർ 4 പേരും പ്രസൻറ്റിൽ നടന്നു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. 1, പ്രസൻറ്റ് സിമ്പിൾ. പതിവായി ചെയ്യുന്ന കാര്യങ്ങളാണ്. മനു സ്റ്റഡീസ് എവരി മോർണിംഗ്. മനു എന്നും രാവിലെ പഠിക്കാറുണ്ട്. 2, പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. മനു ഈസ് സ്റ്റഡിയിങ്. മനു പഠിക്കുകയാണ്. 3, പ്രസൻറ്റ് പെർഫെക്റ്റ്. പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ഇതുപോലെ. മനു ഹാസ് സ്റ്റഡീഡ്. മനു പഠിച്ചിട്ടുണ്ട്. 4, ഒരു പ്രവൃത്തി പാസ്റ്റിൽ തുടങ്ങി ആ പ്രവൃത്തി ഇപ്പോഴും തുടരുന്നു. അതിൻ്റെ ഡ്യൂറേഷൻ, അതായത് എത്ര നേരമായി അതോ എപ്പോൾ തുടങ്ങി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. മനു ഹാസ് ബീൻ സ്റ്റഡിയിങ് ഫോർ 2 hours. മനു 2 മണിക്കൂറായി പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഫ്യൂച്ചർ ടെൻസസിലുള്ള 4 പേരെയും പരിചയപ്പെടാം. ഇവർ 4 പേരും ഫ്യൂച്ചറിൽ നടക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. 1, ഭാവിയിൽ നടക്കാനിരിക്കുന്ന പ്രവൃത്തി പറയാൻ ഉപയോഗിക്കുന്നു. കാണും, പറയും, പഠിക്കും, ഇതുപോലെയാണ് സംസാരിക്കാൻ. മനു വിൽ സ്റ്റഡി. മനു പഠിക്കും. 2, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഭാവിയിൽ ഒരു നിശ്ചിത സമയത്ത് നടക്കാൻ പോകുന്ന പ്രവൃത്തി നമ്മൾ മലയാളത്തിൽ എങ്ങനെയാണ് പറയാറ്? നടക്കുകയായിരിക്കും, ഉറങ്ങുകയായിരിക്കും,
മനു വിൽ ബി സ്റ്റഡിയിങ് വെൻ ഡാഡ് കംസ്. അച്ഛൻ വരുമ്പോൾ മനു പഠിക്കുകയായിരിക്കും. 3. ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിന് മുൻപ് മറ്റൊരു പ്രവൃത്തി പൂർത്തിയായിരിക്കും എന്ന് കാണിക്കുന്ന ടെൻസ് ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. വന്നിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. ഇതുപോലെ മനു വിൽ ഹാവ് സ്റ്റഡീഡ് വെൻ ഡാഡ് കംസ്. അച്ഛൻ വരുമ്പോഴേക്കും മനു പഠിച്ചിട്ടുണ്ടാകും. 4. ഒരു പ്രവൃത്തി ഭാവിയിലെ ഒരു നിശ്ചിത സമയത്ത് എത്തുമ്പോഴേക്കും ആ പ്രവൃത്തി എത്ര നേരമായി നടക്കുന്നു അല്ലെങ്കിൽ എപ്പോൾ തുടങ്ങി എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. മനു വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഫോർ 2 hours വെൻ ഡാഡ് കംസ്. ഓൾ ടെൻസസ് എന്താണ് എന്ന് ഒരു ബേസിക് ഐഡിയ മനസ്സിലായല്ലോ. അടുത്ത വീഡിയോയിൽ സെൻറ്റൻസ് സ്ട്രക്ചറിൻ്റെ പാർട്സ് എന്തൊക്കെയാണ് എന്ന് ബേസിക് ഐഡിയ മനസ്സിലാക്കാം. പിന്നീട് വരുന്ന വീഡിയോസിൽ ഓരോ ടെൻസിൻ്റെയും ഗ്രാമർ റൂൾസ് മനസ്സിലാക്കി ശരിയായി വാക്യങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കാം. താങ്ക് യു.